ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിലൊന്നാക്കി ഇന്ത്യയെ മാറ്റാൻ യുവജനങ്ങൾക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുടെ നേട്ടങ്ങൾ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് RBI ഗവർണർ. 2035ഓടെ ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് ചൈനയുടെ ഡിങ് ലിറനെ ഇന്ന് നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും സുതാര്യവുമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2024ലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുന്നതിലൂടെ മാത്രമേ രാജ്യവികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലായി 45 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും ഇന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യ UAE തന്ത്രപര സംഭാഷണം നടത്തും. ഉച്ചയ്ക്ക് ശേഷം UAE വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും. 4ാമത് സ്ട്രാറ്റജിക് ഡയലോഗിലും 15ാമത് ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിലും പങ്കെടുക്കാനായാണ് UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബഹുമുഖ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിലൊന്നാക്കി ഇന്ത്യയെ മാറ്റാൻ യുവജനങ്ങൾക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഹാക്കത്തോൺ 2024ന്റെ അവസാന റൌണ്ടിൽ പങ്കെടുക്കുന്ന യുവാക്കളുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭീഷണിയും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെ നേരിടാൻ യുവാക്കളുടെ കാഴ്ചപ്പാടുകൾ ഉപയോഗപ്രദമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യുവതലമുറയുടെ ആശയങ്ങൾക്ക് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. स्मार्ट इंडिया हैकेथॉन भारत के युवाओं को ग्लोबली बेस बनाने का एक बेहतरीन प्लेटफॉर्म बना है. जब से स्मार्ट इंडिया हैकेथॉन शुरू हुआ है, करीब 14 लाख स्टूडेंट्स ने स्मार्ट इंडिया हैकेथॉन में हिस्सा लिया है. इस हैकेथॉन की वजह से सैकड़ों नए स्टार्टअप्स का जन्म हुआ है. ये दिखाता है कि भारत का युवा किस तरह अपने देश की चुनौतियों के समाधान के लिए कमर कस के आगे बढ़ रहा है. റെയിൽവേ ഭേദഗതി ബിൽ 2024 ലോക്സഭ ഇന്നലെ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. 1989ലെ റെയിൽവേ നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ റെയിൽവേ ബോർഡിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും പ്രവർത്തന സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. നിയമഘടന ലഘൂകരിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും നടപടികൾ ഇന്നലെയും തടസ്സപ്പെട്ടിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരത നിലനിർത്തേണ്ടത് പ്രധാനമാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI ഗവർണറായി ചുമതലയേറ്റ ശേഷം മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയപരമായ കാര്യങ്ങളിൽ സ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്നത് RBI തുടരും. സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുടെ നേട്ടങ്ങൾ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ RBIയുടെ സഹകരണം തുടരുമെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. While stability, as I mentioned, is important, we are also aware that we are in a constantly evolving, constantly changing. This world is dynamic with geopolitical tensions, with the impact, of climate change and political uncertainty around the world. That while we do maintain continuity and stability, we cannot be stuck to it, and we have to be alert and agile to meet these challenges while we maintain a policy continuity.
2035ഓടെ ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാകുമെന്നും 2040ഓടെ ഒരു ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ പുതിയ സാധ്യതകൾ തുറന്നു കാട്ടിയതായും പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിലും ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഇന്ത്യ മുന്നേറ്റം സൃഷ്ടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖല ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പൊതുമേഖലാ ബാങ്കുകളെ കള്ളപ്പണക്കാർക്കുള്ള പരിധിയില്ലാത്ത സ്രോതസ്സുകളായി ഉപയോഗിക്കുന്നു എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു. ഇതിഹാസ ഗുജറാത്തി ഗായകൻ പുരുഷോത്തം ഉപാധ്യായയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കലാലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണിതെന്ന് ശ്രീ മോദി സന്ദേശത്തിൽ പറഞ്ഞു. 2025 മാർച്ച് 31 വരെ ആവശ്യമായ ഗോതമ്പ് സ്റ്റോക്ക് പരിധി പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മൊത്തത്തിലുള്ള ഭക്ഷ്യസുരക്ഷ നിയന്ത്രിക്കുന്നതിനും പൂഴ്ത്തിവയ്പ് തടയുന്നതിനുമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മൊത്തക്കച്ചവടക്കാർ, ചില്ലറ വ്യാപാരികൾ, വൻകിട വ്യാപാരികൾ എന്നിവർക്ക് കേന്ദ്രം ഗോതമ്പിന്റെ സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് ആവശ്യത്തിന് ഗോതമ്പിന്റെ ലഭ്യതയുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിഹാസ ചലച്ചിത്ര താരം രാജ് കപൂറിന്റെ അനുസ്മരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 14-ന് രാജ് കപൂറിന്റെ ജന്മശതാബ്ദിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഓഫീസിനുള്ളിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ താൽക്കാലിക ചുമതല വഹിക്കുന്ന മന്ത്രി ഖലീൽ റഹ്മാൻ ഹക്കാനി ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. മന്ത്രിയുടെ ഓഫീസിനുള്ളിൽ സന്ദർശക വേഷത്തിലെത്തിയാണ് ചാവേർ ബോംബ് പൊട്ടിച്ചത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുണ്ടിനീർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അസുഖത്തിനെതിരെ കരുതിയിരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ടെന്ന്, രോഗം കുട്ടികളെക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണെന്നും DMO അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഈ വർഷം 13,643 പേർക്കും കണ്ണൂർ ജില്ലയിൽ 12,800 പേർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വൈക്കം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെത്തിയത്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെ നീളുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. ആസ്വാദനത്തിനൊപ്പം വിമർശനാത്മകമായ ചർച്ചകൾക്കുമുള്ള ഇടമാണ് ചലച്ചിത്രമേളയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. IFFK-യുടെ ഫെസ്റ്റിവൽ ഓഫീസ് ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സിംഗപ്പൂരിൽ നടക്കുന്ന ഫിഡെ ലോക് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 14ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ദൊമ്മരാജു ഗുഗേഷ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ ഇന്ന് നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഈ ഗെയിമിൽ വിജയിക്കുന്നയാൾ ലോക ചാമ്പ്യനായി മാറും. കളി സമനിലയിൽ കലാശിച്ചാൽ ടൈ ബ്രേക്കുകൾ നാളെ നടക്കും. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്ക് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FCയെ എതിരില്ലാത്ത 1 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. മസ്കറ്റിൽ നടക്കുന്ന വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിലെ 4ാമത്തെയും അവസാനത്തെയും ലീഗ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. കേരളത്തിൽ ഇന്ന് മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രശസ്തമായ ചക്കുളത്തുകാവ് പൊങ്കാല നാളെ. പൊങ്കാലയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ട് അപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോൾ കേസിന്റെ വിചാരണ ഇന്ന് തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും. 2009 സെപ്റ്റംബർ 30-നായിരുന്നു KTDCയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി 23 വനിതകളും കുട്ടികളുമടക്കം 45 ഇവർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE വിദേശകാര്യ മന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിലൊന്നാക്കി ഇന്ത്യയെ മാറ്റാൻ യുവജനങ്ങൾക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുടെ നേട്ടങ്ങൾ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് RBI ഗവർണർ. 2035ഓടെ ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്.
29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ചൈനയുടെ ഡിംഗ് ലെറിനെ ഇന്ന് നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.